ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നല്ല മഴയാണല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണിത്. വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. ഒരു വലിയ നേന്ത്രപ്പഴമാണിത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ ഉപയോഗിക്കാം. നല്ല പഴുത്ത് തൊലി കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ കഴിക്കാതിരിക്കുന്ന ആ പഴം വെച്ചിട്ടൊക്കെ ഇത് തയ്യാറാക്കി കൊടുത്താൽ കൂടുതൽ ടേസ്റ്റുമാണ്. പുറത്തോട്ട് കളയേണ്ട ആവശ്യവുമില്ല. നന്നായിട്ട് പഴുത്ത പഴം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന മധുരത്തിൻ്റെ അളവും നമുക്ക് കുറയ്ക്കാം. ഇത് എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞി കിട്ടണം. ഈ പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ എണ്ണയിൽ വാട്ടിയെടുക്കുമ്പോൾ കുറച്ചുകൂടി മധുരമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ ചുട്ടെടുത്താലും മതി. കനലിൽ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റാണല്ലോ. ഇതുപോലെ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ. നന്നായിട്ട് വെന്തുടങ്ങിയ ശേഷം ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. ഇപ്പോൾ പഴവും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഇപ്പോൾ ചേർക്കുന്നത് ഒരു 2 ഏലക്ക, 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുത്തതാണ്. നിങ്ങളുടെ അടുത്ത് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഓൾറെഡി നമ്മൾ ഏലക്കാപ്പൊടിയോടൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 ടീസ്പൂൺ പഞ്ചസാര ടോട്ടൽ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നമ്മുടെ പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ കൂടെ ചേരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ചാൽ മതിയാവുമേ. ഞാനിതിലോട്ട് ഒരു 1/2 കപ്പിനേക്കാൾ കുറച്ച് കുറവ് റവ ചേർക്കുന്നുണ്ട്. ഇത് വറുത്തെടുത്ത റവയാണ്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നീട് ഒരു 1/4 കപ്പിനേക്കാൾ കുറച്ച് കുറവ് അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ടാണ് ചേർത്തത്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവയൊന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിയാൽ തന്നെ മതിയാവും. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. പഴത്തിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നോളും നമ്മുടെ റവ. അതല്ലാതെ കൂടുതൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിത് കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്പം ചൂടുവെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 150 ml ഗ്ലാസ്സിൽ ഇത്ര മാത്രം പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ കാണും, അത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാൻ പറ്റുന്ന പാകമാകുമ്പോൾ ഇത് റെഡിയായി എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇത് ഒരു കുറച്ചൊക്കെ മഞ്ഞ കളറുണ്ട്. കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമ്മുടെ കൈകൊണ്ടൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാവുന്നത് വരെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് ലഡുവൊക്കെ ഉരുട്ടിയെടുക്കുന്ന മാതിരി ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യോ ഓയിലൊക്കെ കയ്യിൽ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഓയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആവശ്യത്തിന് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുക്കില്ലേ പഴം, ആ സമയത്ത് വളരെ കുറച്ച് മാത്രം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചേർത്ത ഓയിൽ തന്നെ ഇപ്പോഴും ഇത്രത്തോളം ഉണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് ബോളാക്കി ഉരുട്ടിയെടുത്ത ശേഷം ഭംഗിക്കായിട്ടും ടേസ്റ്റിനായിട്ടും ഒരു മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കിസ്മിസോ അതല്ലെങ്കിൽ കാഷ്യൂ നട്ട്സോ വേറെ ഏതെങ്കിലും നട്ട്സോ ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പലഹാരം നല്ല ഹെൽത്തി ആയിരിക്കും. ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് റെഡിയായി കിട്ടിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് ഒഴിച്ചത് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഓൾറെഡി ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്ന് നെയ്യിൽ സോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. ഒന്ന് നെയ്യിലിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റും കൂടും. കൂടാതെ ആ ഒരു സൈഡിനൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി വരും. ഈ കറക്റ്റ് എല്ലോ ഒന്ന് മാറിയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി വരും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല വിശപ്പായിരിക്കുമല്ലേ. വൈകിട്ടൊക്കെ എന്തെങ്കിലും ചായക്കടി വേണമെന്ന് കുട്ടികളൊക്കെ പറയും. ആ സമയത്ത് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്